ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയും എല്ലാവരും കൂടി ഭയങ്കര കരച്ചിലാണ്. അപ്പോഴും അശോകൻ കണ്ണു വെച്ച് ഇങ്ങനെ ശ്യാമിനെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. അശോകനൊന്നും മിണ്ടാനായിട്ട് പറ്റുന്നില്ലല്ലോ. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്താച്ചാ അച്ഛന് ശ്യാം സാറോട് എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛാ? അച്ഛൻ എന്തിനാ ശ്യാം സാറെ ഇങ്ങനെ നോക്കുന്നത്? ശ്യാം സാറിനോട് എന്തൊക്കെയോ അച്ഛന് പറയാനുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അശോകൻ്റെ ഭാര്യയും അവിടെ പറയാണ്, പിന്നെ ശ്യാമോൻ അവിടെ ഉള്ളത് കൊണ്ടായിരുന്നല്ലോ അശോകേട്ടൻ രക്ഷിക്കാനായിട്ട് സാധിച്ചത്. അതിന് നന്ദി പറയാനാണോ അശോകേട്ടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്യാമാണെങ്കിൽ അവിടെ കിടന്ന് ഭയങ്കര ഒരു അഭിനയമാണ്. അതൊന്നും സാരമില്ല അച്ഛനെ ഇതെല്ലാം രക്ഷപ്പെട്ടല്ലോ, അതിന് മഹാഭാഗ്യമായിട്ടാണ്. എന്നോട് നന്ദി പറച്ചിലിൻ്റെ യാതൊരു കാര്യമില്ല അച്ഛൻ എന്തിനാ എന്നോട് നന്ദി പറയാനായിട്ടൊക്കെ പോകുന്നത്? അച്ഛൻ സമാധാനത്തോടെ കിടന്നുറങ്ങ് ശ്രുതി. ഇനിയും അച്ഛനെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അച്ഛൻ കിടന്നുറങ്ങട്ടെ, സമാധാനത്തോടെ ഉറങ്ങട്ടെ. നമ്മളിനി എല്ലാവരും കൂടി ശല്യപ്പെടുത്തി ഇവിടെ നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. വാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞയച്ചിട്ട് നേരെ നേരെ ഇയാളുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, കണ്ണും പിടിച്ച് നോക്കിക്കൊണ്ട്. ഇപ്പോഴും അശോകന് ഭയങ്കര ടെൻഷനുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആകാശിനെയാണ്. ആകാശാണെങ്കിൽ അതിലേറെ സങ്കടത്തിൽ നിൽക്കുകയാണ്. ഹോസ്പിറ്റലിൽ പോയി അവരൊന്ന് കാണാനായിട്ട് പറ്റില്ലല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പ്രീതി നമ്മുടെ ആകാശിനെ ഓടിച്ചു. അപ്പോൾ പ്രീതിക്കുണ്ടായ അപകടങ്ങൾ മുഴുവനും ആലോചിക്കുകയാണ്. പ്രീതിനെ എടുത്തതും കാലിൽ നിന്ന് ആ സൂചി എടുത്ത് കളഞ്ഞതും ഒക്കെതായ കാര്യങ്ങൾ മുഴുവൻ ആലോചിക്കുകയാണ്. ആലോചിച്ചപ്പോൾ നമ്മുടെ ആകാശിന് ഭയങ്കര സന്തോഷം തോന്നി. കാരണം പ്രീതിയോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് നമ്മുടെ ആകാശിന്. അങ്ങനെ നമ്മുടെ അഞ്ജലി ഒരു ചായയായിട്ടൊക്കെ വരികയാണ് ആകാശിന് കൊടുക്കാനായിട്ട്. ആകാശേ, നീ എന്താ ആകാശം ആലോചിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഒന്നുമില്ലേച്ചി, ഞാനേ ഈ ശ്രുതിയുടെ അച്ഛനെക്കുറിച്ച് ആലോചിച്ചാണ്. അയ്യോ, ഞാനോ അതിനെക്കുറിച്ച് ആലോചിച്ചു ആകാശേ നമുക്ക് അവിടെ വരെ ഒന്ന് പോകണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും പോകണം ചേച്ചി, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും കൂടി അങ്ങോട്ട് പോയാലോ? ശരി, നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാം. നമുക്ക് ഇപ്പം തന്നെ ഒരുങ്ങിയാലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ശരി, നമുക്ക് ഒരുങ്ങാം. എത്രയും പെട്ടെന്ന് അവരെ പോയി കാണണം. കാരണം ശ്രുതി വന്നതുകൊണ്ടാണ് ഈ കുടുംബത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചത്. നമ്മുടെ കുഞ്ഞിൻ്റെ കുറേ സ്വഭാവം മാറി, ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടായി. പിന്നെ ലാവണ്യയുടെ സ്വഭാവം മാറ്റാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിച്ചോ? അവളുടെ സ്വഭാവം വരെ ശ്രുതി മാറ്റിയെടുത്തു. അപ്പോൾ പിന്നെ അവളുടെ കുടുംബത്തിനൊരു ആപത്ത് വരുമ്പോൾ നമ്മൾ അവളെ സഹായിക്കണ്ടേ? സഹായിച്ചേ മതിയാവുള്ളൂ. നമുക്ക് പോകാം, അവിടം വരെ പോകാം എന്നിങ്ങനെ പറയുമ്പോൾ മനോരമ വന്നിട്ട് എവിടെ പോകുന്ന കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അത് പിന്നെ ആൻറ്റി, ശ്രുതിയുടെ അച്ഛന് തീരെ വയ്യാലോ, അപ്പോൾ അവിടം വരെ ഒന്ന് പോയി കാണണ്ടേ? എന്തിന് പോയി കാണണം? ഞാൻ നേരത്തെ അഞ്ജലി മോളെ ഇവിടെ പറഞ്ഞതാണ്. അവളിവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവൾക്ക് അതിനുള്ള ശമ്പളവും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതലൊന്നും പരിഗണനയൊന്നും വേണ്ട ആവശ്യമില്ല. അവളുടെ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൾ കൈകാര്യം ചെയ്തോളും. നമ്മൾ അവിടെ പോയി അന്വേഷിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പം നമ്മുടെ ആകാശമാണെങ്കിൽ എന്താ അമ്മ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവിടെ പോയി ഒന്ന് ആശ്വസിപ്പിച്ചാൽ എന്താണ് പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നത്? കണ്ടോ അവൻ്റെ വർത്തമാനം കണ്ടോ? അവനെ ഇപ്പം അവരുടെ അടിമയാണ്. ആ കീറസാരിയുടെ ചേച്ചിയെ കാണാൻ പോയല്ലേടാ നീ? നിന്റെ മനസ്സ് ശരിക്കും മാറിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തമ്മേ, അമ്മ എന്തിനിങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത്? ഞാനൊരു എഴുതാപ്പുറം വായിക്കുന്നല്ലടാ. നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ എത്രയോ സ്വപ്നം കണ്ടാ നിന്നെ വളർത്തിയെന്നറിയാവോ? എന്നിട്ട് എൻ്റെ മോൻ ഇങ്ങനെയായി പോയല്ലോ. താഴ്ത്ത് വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനായിരിക്കും എന്ന രീതിയിലല്ലേ നിന്നെ ഞാൻ വളർത്തിയത്. എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ പെരുമാറേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിനക്ക് വക വയ്ക്കാതായല്ലേ എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോലെന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഭയങ്കരമായിട്ട് കരച്ചിലാണ്. അപ്പോൾ അഞ്ജലി പറയുകയാണ്, എന്താ ആൻറ്റി അവിടെ വരെ പോയെന്ന് വിചാരിച്ചപ്പോൾ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്? അഞ്ജലി മോളെ, നീ അവൻ പറയുന്ന കാര്യത്തിൽ കൂട്ടു നിൽക്കാനായിട്ട് പാടില്ല. അവൻ അതല്ല അതിനപ്പുറവും പറഞ്ഞു കൂട്ടും. നീ ആ കാര്യത്തിലൊന്നും വളയം പിടിച്ച് കൊടുക്കരുത്. നീ എന്തിങ്ങനെ കിടന്ന് സംസാരിക്കുന്ന അഞ്ജലി? ഇവൻ്റെ മനസ്സിലിരിപ്പോൾ നിനക്ക് അറിയാൻ പാടാത്തത് കൊണ്ടാണ്. ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടെന്നറിയാമോ? ഒരു പണക്കാരി പെണ്ണിനെ കൊണ്ട് അവനെ കല്യാണം കഴിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം എല്ലാം തകർത്തിട്ട് ഏതോ കീറസാരിയുടെ ചേച്ചിനെ കൊണ്ട് ഇവനെ കല്യാണം കഴിപ്പിക്കാനോ ഞാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ അറിയാം, അവരുടെ കൂട്ടം തന്നെ ആണുങ്ങളെ വളച്ചെടുക്കുന്ന കണ്ണുകളാണ് അവർക്കുള്ളത്. അതുകൊണ്ട് പണക്കാരൻ ആൺപിള്ളേരെ അവർ വളച്ചെടുക്കും. കൈയും കലാശവും കാണിച്ചിട്ട് എൻ്റെ മോനെ അവൾ വളച്ചെടുത്തിരിക്കുകയാണ്. ദൈവമേ, ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? ആകാശ് മോനെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അങ്ങനെ വല്ല സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അറ്റാക്ക് വരും, അറ്റാക്കൊന്നും ഇവിടെ ചത്തു വീഴുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ തുടങ്ങി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ആൻറ്റി ഒന്ന് നിർത്താവോ? ഞങ്ങൾ പോണില്ല. എന്താ അതുപോലെ?
ആൻറ്റിക്ക് സമാധാനമായില്ലേ? ആ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങോട്ട് പോകണ്ട, യാതൊരു കാര്യമില്ല അങ്ങോട്ട് പോകേണ്ടത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശോകനെയാണ്. അപ്പോൾ അശോകൻ ആ കിടക്കുകയാണല്ലോ. അപ്പോൾ ഡോക്ടർ ഇവരോട് വന്ന് പറയുകയാണ്, അതെ, അശോകൻ്റെ കാര്യം നിങ്ങളോട് വിശദമായിട്ട് പറയാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അശോകന് സ്ട്രോക്കാണ്, പാരലൈസ്ഡ് ആയി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരാകെ ചങ്ക് തകർന്നു പോയൊരവസ്ഥ നിൽക്കുകയാണ്. എന്താ ഡോക്ടർ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അപ്പോൾ ഈ ശ്യാമാണെങ്കിൽ ഇത് കേട്ട് ഭയങ്കര സന്തോഷം നൽകുകയാണ്. അതെ, പൂർണ്ണമായിട്ട് തളർന്നു പോയിരിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ഈ ശ്യാമ ചോദിക്കുകയാണ്, അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ ശരിയാവോ ഡോക്ടർ? ഒരു കാരണവശാലും ശരിയാവില്ല, തളർന്നു പോയി തന്നെയാണ്, 99% തളർന്നു പോയിരിക്കുന്നു. ഇനി അങ്ങോട്ട് റിക്കവർ ആകുമെന്ന് ഒരു ഉറപ്പുമില്ല എന്ന് പറയണം. പിന്നെ ചില മിറാക്കിൾ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, അതേപോലെ എന്തെങ്കിലും സംഭവിക്കണം, എന്നാൽ മാത്രമേ. പിന്നെ ഇങ്ങനെ സംഭവിച്ച ഭൂരിപക്ഷം ആൾക്കാർക്കും ജീവിതകാലം മുഴുവൻ ഈ കിടപ്പ് കിടക്കേണ്ടേ വന്നിട്ടുള്ളൂ, കൂടുതൽ റിക്കവറൊന്നും ആയിട്ടില്ല ഇതുവരെയായിട്ടും. ഇത് കേട്ട ശ്രുതി ഭയങ്കര കരച്ചിലാണ്. ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് ഡോക്ടർ പറയണം. അപ്പോൾ ഡോക്ടറോട് ഈ ശ്യാമ വീണ്ടും ചോദിക്കണം, അപ്പോൾ സംസാരിക്കാനൊന്നും പറ്റില്ലേ? ഇല്ല, സംസാരിക്കാനും പറ്റില്ല, അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി കിടപ്പ് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ കിടക്കേണ്ടി വരും. അയ്യോ ഡോക്ടർ, ഇത് വല്ലാത്തൊരു സങ്കടമായി പോയല്ലോ ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ട് ശ്യാമം ഭയങ്കര അഭിനയമാണ്, എല്ലാവരുടെ മുന്നിൽ തകർത്ത് അഭിനയിക്കുകയാണ് ഇയാൾ. അപ്പോൾ ഞാൻ പറഞ്ഞ ഡോക്ടർ പോവുകയാണ്. അപ്പോൾ അശോകൻ്റെ ഭാര്യ വന്നിട്ട്, എന്താ മോളെ, എന്താ അച്ഛനെക്കുറിച്ച് എന്താ ഡോക്ടർ പറയുന്നത്, എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ്. അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചിട്ട് ഈ പ്രവീണിനെ പിടിച്ചിട്ട് ഇങ്ങനെ കിടന്ന് കരയുകയാണ്. ദൈവമേ, എങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ കരയുമ്പോൾ അവിടെ രാധയും പറയുകയാണ്, എൻ്റെ അശോകേട്ടന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ല, അതിന് മാത്രം എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? ഞങ്ങൾ ഇതുവരെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ ദൈവമേ, എന്നിട്ട് എൻ്റെ അശോകേട്ടന് ഇങ്ങനെ സംഭവിച്ചില്ല. ഡോക്ടർ പറയുന്നത് കേട്ടില്ലേ? ഇനി അശോകേട്ടൻ ആ കിടപ്പ് കിടക്കും, അവിടെ നിന്ന് എണീക്കില്ലെന്നാണല്ലോ ഡോക്ടർ പറയുന്നത്, ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും നെഞ്ചത്തടിച്ച് ഭയങ്കര കരച്ചിലാണ്. എന്ത് ചെയ്യാനായിട്ട് പറ്റും? അങ്ങനെ നമ്മുടെ ഈ ശ്യാമാണെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിളക്കിൽ തൻ്റെ കൈകൾ കൈപ്പത്തി ഇങ്ങനെ കാണിച്ചിട്ട് പൊള്ളിക്കുകയാണ്. എന്തൊക്കെയോ കാരണം കൊണ്ട് പൊള്ളിക്കുകയാണ്. ചിലപ്പോൾ വല്ല മനസ്താപം കൊണ്ടായിരിക്കും, എന്നുവെച്ചാൽ ശ്യാമകാരനാണല്ലോ അയാൾക്ക് അങ്ങനെയെല്ലാം സംഭവിച്ചത്. അങ്ങനെ കൈ ഇങ്ങനെ പൊള്ളിച്ച് കൈ ഇങ്ങനെ നിറയെ ഇങ്ങനെ പൊള്ളുകയാണ്. അപ്പോഴാണ് ശ്രുതി ആ കാഴ്ച കാണുന്നത്. അപ്പോൾ ശ്രുതി ഓടി വന്നിട്ട്, ശ്യാം സാർ ഇതെന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇല്ല ശ്രുതി, ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കായിരുന്നു ശ്രുതി, നമ്മൾ എന്ത് തെറ്റ് ചെയ്തു? ഇനി അറിയാതെ എന്തെങ്കിലും അങ്കിളോട് തെറ്റ് ചെയ്തോ? അതുകൊണ്ടാണ് അങ്കിൾക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. നമ്മൾ ആർക്കെങ്കിലും ദ്രോഹം ചെയ്തോ? അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്കിളുടെ ആ കിടത്തൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. നെഞ്ച് ഭയങ്കരമായിട്ട് കിടന്ന് നീറുകയാണ് ശ്രുതി. അതുകൊണ്ട് ശ്രുതി വീട്, ഇനിയും എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം. എന്തേ അങ്കിൾ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ശ്യാമിൻ്റെ ആ ഒരു ഡയലോഗ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ ഡയലോഗിൽ വീഴുകയാണ് ശ്രുതിക്ക് ഭയങ്കര സങ്കടം തോന്നി. സാറിൻ്റെ നല്ല മനസ്സില്ലേ, നല്ല മനസ്സിന് ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കുകയാണ്. സാർ ഇങ്ങനെയൊന്നും ചെയ്യരുത് സാറേ. ഇനി സാറിനും കൂടി എന്തെങ്കിലും സംഭവിക്കുന്നത് കാണാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല. സാർ ആ വീട്ടിലുള്ളത് കൊണ്ടായിരുന്നു എൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്താൻ സാധിച്ചതെന്ന് അമ്മായി പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ഇതിൽ പരം ഉപകാരം എന്ത് ചെയ്യാനാണ് സാറേ ഇങ്ങനെയൊന്നും സാറ് ചെയ്യാൻ നിൽക്കരുത് എന്നൊക്കെ പറയാണ്. ഇല്ല ശ്രുതി, എനിക്ക് വീണ്ടും പ്രാർത്ഥിക്കണം, ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട, ഒന്നും വേണ്ട, എൻ്റെ അച്ഛൻ തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതിന് ദൈവത്തോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം എൻ്റെ അച്ഛനെ തിരിച്ച് കൊണ്ടുവരും. അങ്ങനെ ഒരു ദ്രോഹവും ഞങ്ങൾ ആർക്കും വേണ്ടി ചെയ്തിട്ടില്ല. എൻ്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരും തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് സാറിങ്ങൊന്നും ചെയ്യണ്ട, സാറിങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ ശ്യാമിന് അത് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ശ്രുതിയുടെ മനസ്സ് അത്രയ്ക്കും മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചല്ലോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോരമ ആകെ ദേഷ്യം കൊണ്ട് കാട്ടിൽ നിന്ന് ഉള്ള ചെടികൾ മുഴുവൻ അരിച്ചു പറിച്ച് കളയുകയാണ്. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ അഞ്ജലി വന്ന് ചോദിക്കേണ്ടത്, ആൻറ്റി ഇവിടെ എന്തെടുക്കുന്നത്? ഞാൻ എന്തെടുക്കുകയാണെന്നോ? തലയും കുത്തി നിൽക്കുന്നു. ഇനി ഞാൻ എന്തെടുക്കാനാണ്? ഞാൻ ആകെ സങ്കടപ്പെട്ടൊരവസ്ഥ നിൽക്കുകയാണ് അഞ്ജലി മോളെ. എൻ്റെ മോൻ കണ്ടില്ലേ, എൻ്റെ മോൻ്റെ മനസ്സ് മാറ്റിയെടുത്തത് കണ്ടില്ലേ? അതിന് എന്താ മനസ്സ് മാറ്റിയെടുത്തൊക്കെ ആൻഡ്രി വെറും തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ആരും ആരുടെ മനസ്സ് മാറ്റിയെടുത്തിട്ടില്ല. പിന്നെ ആ പെണ്ണിനെ കുറിച്ച് തന്നെയല്ലേ ഇപ്പം സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംസാരിക്കുന്നു? ദേ ആൻറ്റി, ആ പ്രീതിയുടെ കാലിൽ ഒരു സൂചിമുന കൊണ്ട്, പിന്നെ സൂചിമുന മിണ്ടരുത് കേട്ടോ അഞ്ജലി, സൂചിമുന ദർഭമുനയായിരിക്കും. ഇതെന്താണ് ചരിത്രം പറയുന്നോ?
ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാനായിട്ട് നിൽക്കരുത്. ദേ അവൻ അതല്ല അതിനപ്പുറവും പറഞ്ഞുണ്ടാക്കും. അപ്പം നമ്മുടെ ആകാശ് വന്നിട്ട് പോകാം ചേച്ചി, നമുക്ക് എവിടെ പോകണടാ, നീ എങ്ങോട്ടാണ് പോകുന്നത്? നീ എങ്ങോട്ടും പോകുന്നില്ല കണ്ടോ, ഇപ്പോഴവൻ ഞാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആകാംക്ഷയോട് വരികയാണ്. അമ്മ എന്തിനാമ്മ ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത്? അവരെടുത്ത് പോയി അവരോട് 2 ആശ്വാസവാക്ക് പറയണ്ടേ? അതുമാത്രമല്ല, നമുക്കറിയുന്ന ഹോസ്പിറ്റലല്ലേ, അവർക്ക് എന്തെങ്കിലും സഹായം കിട്ടുമെങ്കിൽ അത് കിട്ടട്ടെ. അവരുടെ കൂടെ ഒരാൾ പോലും ഇല്ലല്ലോ. അവർക്കൊരു സഹായത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്തല്ലേ മതിയാവുള്ളൂ. അവർക്ക് സഹായിക്കാൻ അവർക്കറിയാം. നീ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മുത്തശ്ശി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കണം, എന്താ പ്രശ്നം? അതെ അമ്മയ്ക്കൊരു കാര്യം അറിയോ? ശ്രുതിയുടെ അടുത്ത് നിർത്ത് മനോരമേ, നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ശ്രുതിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ഇവരോട് പോകാൻ പറയുന്നത് അത് ഞാനാണ്. അവർ പോവുക തന്നെ ചെയ്യും. ഓഹോ, അപ്പം അമ്മയും ഇതിന് കൂട്ടു നിൽക്കുകയാണല്ലേ? എനിക്ക് മനസ്സിലായി, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. പക്ഷെ അമ്മ നടക്കില്ല അതൊന്നും. വേണമെങ്കിലേ അമ്മയും അഞ്ജലി മോളും കൂടി പോയിട്ട് വന്നോ, എൻ്റെ മോനെ കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കില്ല. ദേ മനോരമേ, നീ അത്രയും കിടന്ന് അഹങ്കരിക്കാനായിട്ട് നിൽക്കണ്ട. ദേ അങ്ങനെയാണെങ്കിൽ എനിക്കും ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നീ എൻ്റെ മോനെ വളച്ചെടുത്തല്ലോ, അപ്പോൾ ഇപ്പോഴും ഞാൻ അതിൻ്റെ അനുഭവം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്നേരം എൻ്റെ മോനെ ഞാനോട് പറഞ്ഞിരുന്നെങ്കിലോ, നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരായിരുന്നു. കണ്ടോ മദറിലൂടെ മനസ്സിലിരിപ്പ് കണ്ടോ? ഇപ്പോഴേ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്നെ കുത്തി നോവിക്കുന്നു. അപ്പം അമ്മ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാനൊരു യൂസ്ലെസ് ഫെലോയാണെന്നല്ലേ? ഓ, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ മനോരമ, അത് നീ അങ്ങനെയാണെന്ന്. ഇനി പിന്നെ എന്തിനാണ് കൂടുതൽ പറയിപ്പിക്കുന്നത്? അതെ അമ്മേ, ഈ കണക്കിന് പോവുകയാണെങ്കിലേ ഞാൻ എൻ്റെ ഭർത്താവിനെയും മകനെയും കൂട്ടി ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങും. നീ എങ്ങോട്ട് പോകുന്നു മനോരമേ? ഓ, നിനക്ക് വലിയ രാജകൊട്ടാരമാണല്ലോ, അങ്ങോട്ടേക്ക് ചെന്നില്ലേ നിനക്ക് മനസ്സമാധാനം ഉണ്ടാവില്ലല്ലോ. മനോരമ, നിൻ്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് എന്താണെന്ന് നന്നായിട്ട് തന്നെ അറിയാം. നീയേ കൂടുതൽ നെകളിക്കാനായിട്ട് നിൽക്കരുത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലി മോളെ, ദേ മുത്തശ്ശിയോട് ഇങ്ങനെയൊന്നും പറയാതെന്ന് പറ, എനിക്കത് വല്ലാതെ ഇൻസൾട്ട് ആവുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ മിണ്ടാതിരിക്കാതെ, എന്നാലല്ലേ മറ്റുള്ളവരും മിണ്ടാതിരിക്കുള്ളൂ. ആകാശ് മോനെ, നീ അങ്ങോട്ട് ചെന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്ക്. ശരി മുത്തശ്ശി എന്ന് ആകാശ് പറയുകയാണ്. അപ്പോൾ നമ്മുടെ അശ്വിൻ വരികയാണ്. എന്താ ഇവിടെ പ്രശ്നം? കുറേ നേരമല്ലേ ബഹളം കേൾക്കുന്നു, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അഞ്ജലി പറയുകയാണ്, ശ്രുതി ഒരു പാവം കുട്ടിയാണ്. അവളുടെ അച്ഛന് ഇതേപോലെ സ്ട്രോക്ക് വന്നു, ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം കൊടുക്കണ്ടേ, അതിനു വേണ്ടിയാണ് പോകാമെന്ന് പറഞ്ഞത്. ഒരു പാവം കുട്ടിയല്ലേ എന്ന്, അവളെ സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ലല്ലോ എന്നിങ്ങനെ അശ്വിനോട് പറയണം. അപ്പം അശ്വിൻ്റെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയം തന്നെ ഈ അശോകനാണെങ്കിൽ കിടന്ന കിടപ്പ് കിടക്കുകയാണല്ലോ, അങ്ങോട്ടേക്ക് ഭയങ്കര ക്രൂരമായിട്ട് ശ്യാമ വന്നിട്ട് ഇയാളെ തന്നെ നോക്കി നിൽക്കണം. ഹലോ അങ്കിളേ, എണീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ തട്ട് നെഞ്ചത്തിട്ട് വീണ്ടും ഇയാൾ കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറന്നപ്പോഴേക്കും അങ്കിൾ എന്താ വിചാരിച്ചത്, എന്നെ അങ്ങോട്ട് തകർത്ത് കളയാമെന്നോ എന്നും പറഞ്ഞുകൊണ്ട് ആ സൂചി കുത്തിയ കൈ പിടിച്ച് ഭയങ്കരമായിട്ട് നെരുക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കുക പോലുമില്ല. അങ്ങനെ ഇയാൾക്ക് വേദന കൊണ്ട് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇനി ചിന്തിച്ചോ, അങ്കിൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാമെന്നല്ലേ വിചാരിച്ചത്. ഇനി ഞാൻ പറയാതെ തന്നെ പിന്നെ ശ്രുതിയുടെ അമ്മയും അതേപോലെ തന്നെ അമ്മായും കൂടി ചേർന്ന് ശ്രുതിയുടെയും എൻ്റെയും കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി തരും. അത് അങ്കിളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ അങ്കിൾ കാണും, അങ്കിൾ കാണാനായിട്ട് പോകുന്നതേ ഉള്ളൂ എന്നിങ്ങനെ ഈ അശോകനോട് പറയുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്ന അടുത്തിരവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ച് നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.